ബി.ജെ.പി. സംസ്ഥാന നേതാക്കന്മാരുടെ ഫണ്ട് തട്ടിപ്പിന്റെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. ഒറ്റ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ സംസ്ഥാനത്തെ ബി.ജെ.പി. നേതാക്കന്മാരെല്ലാം കോടീശ്വരന്മാരായ അത്ഭുത കഥ. ബി.ജെ.പി. ദേശീയ നേതൃത്വം നടത്തിയ ഓഡിറ്റിലാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ ഓരോ നേതാക്കന്മാരും മിനിമം 2.5 കോടി രൂപ വീതം സ്വന്തം വീടുകളിലേക്ക് കൊണ്ടുപോയിരിക്കുന്നത്. ബി.ജെ.പിയുടെ കൊടിയും പിടിച്ചുകൊണ്ട് വെയിലും കൊണ്ട് പോസ്റ്റർ ഒട്ടിക്കാൻ നടക്കുന്നവർ കാണേണ്ടതാണ്. നിങ്ങളെ കാണിച്ചുകൊണ്ട് അണികളുണ്ടെന്ന് കാട്ടി സംസ്ഥാന നേതൃത്വത്തിലുള്ള ഓരോ നേതാക്കന്മാരും കൊയ്തത് അടുത്ത തലമുറയ്ക്ക് കൂടി ജീവിക്കേണ്ട പണമാണെന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഒരു കാര്യം ആലോചിക്കുക, കേന്ദ്രം കൈമാറിയ ഫണ്ടാണ്. കേന്ദ്രം കൈമാറിയ ഫണ്ട് എന്ന് പറഞ്ഞാൽ ഇവരുടെ ആരുടെയും വീട്ടിൽ പണം കായ്ക്കുന്ന മരമൊന്നുമില്ല. പിന്നെ എങ്ങനെയാണ് ഇത്രയും പണം? അത് ഈ നാട്ടിലെ ജനങ്ങൾ നികുതി കൊടുത്ത പണമാണ്. ആ നികുതി കൊടുത്ത പണം അല്ലെങ്കിൽ കോർപ്പറേറ്റുകൾക്ക് പാചകവാതകത്തിനും പെട്രോളും ഡീസലിന്റെയൊക്കെ രീതിയിൽ നികുതി പിഴിഞ്ഞെടുത്ത് നമ്മുടെ പോക്കറ്റിലെ പണം കയ്യിലെത്തിച്ചതിന് ശേഷം അത് തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ വിജയത്തിന് വേണ്ടി കണക്കിൽപ്പെടാത്ത രീതിയിൽ ഇവിടേക്ക് ഒഴുക്കിക്കൊടുത്തു. ആ ഒഴുക്കിക്കൊടുത്തത് കൃത്യമായി താഴേക്കിടയിലുള്ള പാർട്ടി പ്രവർത്തനങ്ങൾക്കല്ല, സ്വന്തം കുടുംബത്തിന്റെ സാമ്പത്തിക സുരക്ഷിതത്വം വർദ്ധിപ്പിക്കാൻ വേണ്ടി ഉപയോഗപ്പെടുത്തി എന്ന് പറയുന്നത് ബി.ജെ.പി. കേന്ദ്ര നേതൃത്വത്തിന്റെ ഓഡിറ്റാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്കായി സംസ്ഥാന ബി.ജെ.പിക്ക് കേന്ദ്ര നേതൃത്വം നൽകിയ ഫണ്ടിൽ വൻ വെട്ടിപ്പ് നടന്നതായി കണ്ടെത്തൽ. പാർട്ടി കൊടിയും ചിഹ്നവും വിതരണം ചെയ്തത് മുതൽ സോഷ്യൽ മീഡിയ പ്രചാരണം വരെയുള്ള കാര്യങ്ങളിൽ ക്രമക്കേട് നടത്തി നേതാക്കൾ കോടികൾ തട്ടിയെടുത്തതായാണ് ബി.ജെ.പി. കേന്ദ്ര നേതൃത്വം ചുമതലപ്പെടുത്തിയ ഓഡിറ്റിംഗ് സംഘം കണ്ടെത്തിയത്. തട്ടിപ്പ് നടത്തി സ്വന്തമാക്കിയ പണം ഉപയോഗിച്ച് സ്വകാര്യ ലോൺ അടച്ചു തീർക്കുകയും കാർ വാങ്ങുകയും ചെയ്ത നേതാക്കളുണ്ട്. ഇതിനിടെ തിരഞ്ഞെടുപ്പ് സമയത്ത് നോട്ടുകെട്ടുകളുമായി സെൽഫി എടുത്ത ABVP നേതാവ് പാറശാല സ്വദേശി സിദ്ധാർത്ഥിന്റെ ചിത്രം പുറത്തുവന്നത് ബി.ജെ.പിയെ കൂടുതൽ വെട്ടിലാക്കി. ബി.ജെ.പിയുടെ തലസ്ഥാനത്തെ പ്രമുഖ നേതാവും സംഘടനയുടെ പ്രധാനപ്പെട്ട പദവിയിലിരിക്കുന്ന വ്യക്തി 40 ലക്ഷം രൂപ രൊക്കമായിട്ട് സഹകരണ ബാങ്കിൽ കൊണ്ടുവന്ന് ലോൺ അടച്ചു. എന്ത് ജോലി ചെയ്തു? തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തി. തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തിയപ്പോൾ 40 ലക്ഷം രൂപ അക്കൗണ്ടിലും പോരാത്തതിന് 2.5 കോടി വേറെ അദ്ദേഹത്തിന്റെ വിവിധ കേന്ദ്രങ്ങളിലുള്ളവരുടെ കൈവശം ബിനാമിയാക്കി നിർത്തിയിരിക്കുന്നു എന്ന വിവരം വരികയാണ്. മറ്റൊരു നേതാവാണെങ്കിൽ 17 ലക്ഷത്തിന്റെ കാർ രൊക്കമായി എടുത്തിരിക്കുകയാണ്. ഒരു വനിതാ നേതാവ് സോഷ്യൽ മീഡിയ പ്രചരണത്തിന്റെ കാര്യങ്ങൾ ഏറ്റെടുത്ത് ഒപ്പിച്ചുകൊണ്ട് പോയത് 5 കോടിയിൽ പരം രൂപ. കോടികൾക്കൊന്നും ഒരു വിലയില്ല. കേരളത്തിൽ ബി.ജെ.പിയുടെ പിറകെ അണികളായിട്ട് നടക്കുന്നവരുടെ അവസ്ഥ നോക്കി. ഭൂലോക ഫണ്ട് തട്ടിപ്പുകാരായിട്ടുള്ള നേതാക്കന്മാരുടെ പിന്നിൽ ചൂട്ടും പിടിച്ചുകൊണ്ട് ഇവരെ കാണിച്ചുകൊണ്ട് അണികളുണ്ട് എന്ന പേരിൽ അവർ സംസ്ഥാന നേതൃത്വത്തിൽ നിന്ന് തെരഞ്ഞെടുപ്പ് ഫണ്ടിനായി വാങ്ങിയെടുത്ത പണങ്ങൾ സ്വന്തം നിലയ്ക്ക് വസ്തു വാങ്ങിയും ലോൺ തീർത്തും പുതിയ വീടുകൾ വെച്ചും കാറുകൾ വാങ്ങിയും അവർ സ്വന്തം ജീവിതങ്ങൾ സുരക്ഷിതമാക്കുന്ന അവസ്ഥ. കോടാനുകോടി രൂപയാണ് സംസ്ഥാന ജില്ലാ നേതാക്കന്മാർ ഇതിനോടകം സ്വന്തമാക്കിയത്, അടിച്ചുകൊണ്ട് പോയത് എന്ന് കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിൽ ശക്തമായ നടപടിക്ക് കേന്ദ്ര നേതൃത്വം മുതിരുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. ഈ നാട്ടിലെ യഥാർത്ഥ ഫണ്ട് മുക്കികൾ ആരാണ് യഥാർത്ഥ കള്ളന്മാരെന്നും സ്വന്തം പാർട്ടിയുടെ ഫണ്ട് പോലും അടിച്ചോണ്ട് പോകുന്ന കള്ളന്മാരെയാണ് നേതാക്കന്മാരാക്കി ഇരുത്തിയിരിക്കുന്നതെന്ന് വാർത്ത പുറത്തുവിട്ടിരിക്കുന്നത് ബി.ജെ.പിയുടെ ദേശീയ നേതൃത്വം തന്നെയാണ്. എന്തായാലും ഇവരുടെ വീട്ടിലേക്കൊക്കെ ഇ.ഡി വരുമോ ഇല്ലയോ എന്ന് നാട്ടുകാരൊന്ന് നോക്കിക്കൊള്ളണം. കാര്യം സ്വന്തം പാർട്ടിയുടെ പണം തന്നെ അടിച്ചുകൊണ്ട് പോയി അവർ 2-3 കോടി രൂപയൊക്കെ ഒപ്പിച്ച് വില്ലയും വാങ്ങി ഫ്ളാറ്റും വാങ്ങി അത്യാഡംബര വീടും വെച്ച് കാറും വാങ്ങി ജീവിക്കുന്ന നേതാക്കന്മാർക്കെതിരെ ഇ.ഡി വരണമോ വേണ്ടയോ? ബി.ജെ.പിയിലുള്ളവർ തന്നെ പറയും. എന്തായാലും ഒരു തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ ഈ നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർ മനസ്സിലാക്കുക, അവർ കോടിക്കണക്കിന് രൂപ കേന്ദ്ര നേതൃത്വത്തിൽ നിന്ന് വാങ്ങിയെടുത്ത് അത് സ്വന്തം വീടുകളിലേക്ക് അടിച്ചുകൊണ്ട് പോയിരിക്കുകയാണ്. പാവപ്പെട്ട കുറേയേറെ പാർട്ടിക്കാർക്ക് കുടിക്കാനും വെള്ളവും കൊടുക്കാതെ കൂടെ കൊണ്ട് നടന്ന് തേച്ച് കിടത്തി എന്നർത്ഥം. അതായത് പറയാറില്ലേ, നിഴലിനെ പോലും വിൽക്കുന്നവർ. അങ്ങനെ ചില അണികളെയൊക്കെ ഒപ്പം നിർത്തിക്കൊണ്ട് എനിക്ക് ആൾക്കൂട്ടമുണ്ട്, ഞാൻ വിളിച്ചാൽ ആള് വരുമെന്നുള്ള നിലയ്ക്കൊക്കെ ജില്ലയിലുള്ള നേതാക്കന്മാർ വരെ കയ്യിൽ കിട്ടിയ 10-50 ലക്ഷം രൂപ വീതമാണ് അടിച്ചുകൊണ്ട് പോയത്, ഒപ്പിച്ചുകൊണ്ട് പോയിരിക്കുന്നു എന്ന് അറിയാൻ കഴിയുകയാണ്. അങ്ങനെ സംസ്ഥാനത്തെ ബി.ജെ.പി. നേതാക്കന്മാർ അടിമുടി ഫണ്ട് തട്ടിപ്പുകാരാണ്, കള്ളന്മാരാണെന്ന് തെളിയിക്കുന്ന രീതിയിലുള്ള ഓഡിറ്റ് റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുന്നത്. ഇതിൽ നിന്ന് എന്ത് കാര്യം മനസ്സിലായി? അഴിമതിരഹിത മുഖങ്ങൾ, അഴിമതി ചെയ്യാത്ത ബി.ജെ.പിക്കാരെന്ന് സ്വയം വാഴ്ത്തിപ്പാടുന്നവർ സ്വന്തം പാർട്ടിക്കാരുടെ ഫണ്ട് തന്നെ അടിച്ചുകൊണ്ട് പോയ അഖില ലോക കള്ളന്മാരാണെന്ന് ഒരൊറ്റ സംഭവവികാസത്തിലൂടെ തെളിഞ്ഞിരിക്കുകയാണ്. ഒരുപക്ഷെ ഇ.ഡി ഈ കേസ് അന്വേഷിച്ചാൽ സംസ്ഥാനത്ത് ഇനി ഒരൊറ്റ ബി.ജെ.പി നേതാക്കന്മാർ ഉണ്ടാകില്ല.
എല്ലാവരും ജയിലഴിയിലാകുന്ന അവസ്ഥയിലാണ് കാര്യങ്ങൾ.